ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുരിദാറിൻ്റെ കട്ടിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ബ്ലൗസ് കട്ടിംഗ് ആണല്ലോ ചെയ്യാറ്, അപ്പോൾ ഇന്ന് ചുരിദാറിൻ്റെ ഇടാച്ചിട്ടാണ്. അപ്പോൾ കുറേ ആയിട്ട് കമൻറ്റിൽ ചോദിക്കുന്നുമുണ്ട് കേട്ടോ, ടോപ്പിൻ്റെ കട്ടിങ് കാണിക്കുമോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിന്ന് ബോട്ട് നെക്കിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട് നെക്കിൻ്റെ കട്ടിങ് എടുക്കുമ്പോൾ ഫുൾ ഷോൾഡർ എത്രയാണോ അതിനെ രണ്ടിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 16.5 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ. അപ്പോൾ 8.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കാണ് നോക്കേണ്ടത്. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോർമലായിട്ട് ഫാർമുല വെച്ചിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് വേണം നമ്മൾ അതിൽ നിന്നാണ് ഷോൾഡർ സ്ലോപ്പ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ചെയ്തിട്ടാണ് നമ്മൾ ആ നെക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാ ബ്ലൗസ് വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 35 ചെസ്റ്റ്. 35 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ എനിക്ക് 3 ഇഞ്ചും ഒരു പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പം മാർക്ക് ചെയ്തുവല്ലോ ആ 3 ഇഞ്ച്, അവിടെ നിന്നാണ് ഷോൾഡറിൻ്റെ അവിടേക്ക് സ്ലോപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്കതൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ആ ക്രോസ് ആയിട്ട്, അതായത് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിനുള്ളതും വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമുക്ക് എത്രയാണ് ചെറിയ ഷോൾഡർ വേണ്ടെന്നുള്ളത് നോക്കേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡറും സ്ലീവും ബോഡി പാർട്ടും സ്ലീവും സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ട് 2 ഇഞ്ച് കറക്റ്റ് ഷോൾഡർ, പിന്നെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ബാലൻസ് വരുന്നത് 5.5 ഇഞ്ച് ഇത് നമ്മുടെ നെക്കായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബോട്ട് നെക്കിൽ നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്തും കൂടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ആ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇറക്കം എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നെക്ക് നമ്മൾ 5.5 മുകളിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ താഴ്ഭാഗത്തേക്ക് അതിൽ നിന്നും ഒരു 1/2 ഇഞ്ചോ അല്ല 3/4 ഇഞ്ചോ മൈനസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ചെരിച്ചൊരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നെക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. നല്ല ബോട്ടായിട്ട് ബോട്ട് നെക്കിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ, ബോട്ടിൻ്റെ ആ ഷേപ്പ് എടുക്കണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയാണ് നോക്കേണ്ടത്. കൈക്കുഴി എപ്പോഴും നമ്മൾ ഫാർമുല വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 അങ്ങനെയാണ് നോക്കാറ്. അപ്പോൾ ഇവിടെ 35 ചെസ്റ്റ് വരുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 6 ഇഞ്ചിന് നമുക്കിവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. കൈക്കുഴിയുടെ ഇറക്കമായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് നോക്കിയിട്ട് കൈക്കുഴിയുടെ റൗണ്ടൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കാം. അതായത് ആം ഹോൾ കൈക്കുഴിയുടെ ആ ബോക്സിൻ്റെ ലൈന് തന്നെയാണല്ലോ ചെസ്റ്റിൻ്റെ ലൈനായിട്ട് വരുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിൽ ഷോൾഡർ 8.25 ഇഞ്ചാണ് എടുത്തത് അല്ലേ. അപ്പോൾ അത് നമ്മുടെ കൈക്കുഴിയുടെ ആ ബോക്സിൻ്റെ അവിടേക്ക് വരുമ്പോൾ അതിൽ നിന്നും 3/4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 8.25 മാർക്ക് ചെയ്തു, അതിൽ നിന്നും 3/4 ഇഞ്ച് ഉള്ളോട്ടായിട്ട്, അതായത് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ 8.25 നിന്നും താഴേക്ക് ഇപ്പോൾ നമ്മൾ മൈനസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അവിടേക്ക് ഒരു ലൈന് വരച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ കൈക്കുഴിയുടെ ബോക്സ്. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 8.25 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. അതായത് 8.75 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈസ് അലവൻസ് കൊടുക്കുന്നത്, ലൂസ് കൊടുക്കുന്നത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച്. 3/4 ഇഞ്ചാണ് കൊടുക്കാറ്. നമ്മൾ ഓരോ ആൾക്കാരുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ലൂസ് എടുക്കാറ്. അപ്പോൾ ഇത് ബ്ലൗസ് പോലെ അത്ര ഫിറ്റിങ്ങിലൊന്നും ഇടുന്ന ആൾക്കാരല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെ വെച്ചാൽ മതി. ഓക്കെ, അത് പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് മുകളിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിട്ടിട്ട് ബ്രസ്റ്റിൻ്റെ അളവെടുക്കണം. അപ്പോൾ അതിനായിട്ട്
നമ്മുടെ ബ്രസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ ബ്ലൗസിൽ ചെയ്യുമല്ലോ അതേ മെത്തേഡിൽ തന്നെ ബ്രസ്റ്റ് ലൈന് മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇവിടെ ബ്രസ്റ്റ് ലൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് വേസ്റ്റ് ലൈനാണ് നമുക്ക് ഷേപ്പ് കിട്ടാനായിട്ട്. വേസ്റ്റ് ലൈന് ഇവിടെ ഒരു 14.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. തയ്യൽ തുമ്പ് വിട്ടിട്ട് 14.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈറ്റിനനുസരിച്ചിട്ട് 13, 13.5 അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമല്ലോ ബോഡിയിൽ നിന്നും, അപ്പോൾ അളവ് മാർക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇനി ഇവിടെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടേക്ക്, അതായത് സ്ലിറ്റ് വരുമല്ലോ സീറ്റ് റൗണ്ടിൻ്റെ അവിടേക്കാണ് സ്ലിറ്റിൻ്റെ ഇറക്കം എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പ് വിട്ടിട്ട് 21 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ. അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ അളവ് എത്രയാണോ ആ അളവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതും ഒരു ലൈന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ ലൈന് വരച്ചിട്ട് ഷെയ്പ്പാക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പെർഫെക്ഷനായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ചെസ്റ്റ് ലൈനും ബ്രസ്റ്റും വേസ്റ്റും അതേപോലെ സ്ലിറ്റിൻ്റെ ലൈനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രസ്റ്റിൻ്റെയാണ്. ബ്രസ്റ്റ് 36 ഡിവൈഡഡ് ബൈ 4 നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രസ്റ്റിൻ്റെ അവിടെ മാക്സിമം ഒരു 1/2 ഇഞ്ചൊക്കെ ലൂസ് കൂട്ടിയാൽ മതി. നല്ല ലൂസായിട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ തന്നെ അവർക്ക് എത്ര ലൂസാണോ വേണ്ടത് അതിനനുസരിച്ച് ലൂസ് വിട്ടിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 36 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് അളവെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാനും കേട്ടോ. അപ്പോൾ ഇവിടെ 9 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഒപ്പം പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി നേരത്തെ പറഞ്ഞ പോലെ ഈസ് എലവൻസ് കൊടുക്കുന്നുണ്ട്. അടുത്തത് വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് റൗണ്ട് 32.5 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 8.1 8 ഇഞ്ചും 1 പോയിൻറ്റുമാണ് വരുന്നത്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ അവിടെയും അതേപോലെ തന്നെ 1/2 ഇഞ്ച് 3/4 ഇഞ്ച്. അപ്പോൾ അത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ഒരു 3/4 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുക. അത് നമ്മൾ ഷേപ്പ് ടക്ക് പിടിക്കുമല്ലോ, അപ്പോൾ അത് പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ 3/4 ഇഞ്ച് വിട്ടാൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അടുത്തത് സീറ്റ് റൗണ്ടാണ്. സ്ലിറ്റിൻ്റെ അവിടുത്തെ റൗണ്ട് 42 ഇഞ്ചാണ് കേട്ടോ. 42.5 അപ്പോൾ 42.5 ഇഞ്ചാണ് നമുക്ക് സീറ്റിൻ്റെ റൗണ്ടായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ 42.5 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 10 ഇഞ്ചും 6 പോയിൻറ്റുമാണ് വരുന്നത്. അപ്പോൾ 10.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ 10.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര ലൂസാണോ വേണ്ടത് അത് വിടാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. നല്ല ഫിറ്റായിട്ട് ഇടുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വിടാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ആ പോയിൻറ്റ്സൊക്കെ ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഷേപ്പുള്ള സ്കെയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ സ്കെയിലിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് വേറെ ഡീസിലൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റിലേക്ക് ഈ സ്കെയിലിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷേപ്പ് കിട്ടും ബ്രസ്റ്റിൻ്റെ അവിടെ. അതായത് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയ പോലെ ആയിരിക്കും ബ്രസ്റ്റിൻ്റെ അവിടുത്തെ ആ ഷേപ്പ് വരുന്നത്. വേസ്റ്റ് വരെ അങ്ങനെയാണ്. വേസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്നത് സ്കെയിൽ ഇപ്പം നമ്മൾ വെച്ച പോലെ പുറത്തേക്ക് ആ ഷേപ്പ് വരുന്ന പോലെ വെക്കാതെ ആ സ്കെയിലിനെ ഒന്ന് ഉള്ളോട്ടായിട്ടിട്ട് അതുപോലെ തിരിച്ചിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇത്ര നേരം ബ്രസ്റ്റിൻ്റെ അവിടെ പുറത്തേക്കായിട്ടാണ് ആ ഷേപ്പ് വന്നത്. ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പും കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി കറക്റ്റാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തുമല്ലോ, 1.5 ഇഞ്ച് 2 ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ട അതിനനുസരിച്ചിട്ട് അതേ ഷേപ്പിൽ ഇവിടെയും തയ്യൽ തുമ്പിൻ്റെ അവിടെയും വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിലേക്ക് ഒരു പുറത്തേക്ക് വന്ന പോലെ ഒരു ഷേപ്പ് കൊടുത്തുവല്ലോ. അപ്പം അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് അവിടെ ഒന്ന് ചെറുതായിട്ട് ആ ഒരു ഷേപ്പ് ഇല്ലാതെ, അതായത് ഇങ്ങനെ പുറത്തേക്ക് വന്ന പോലെ ഇല്ലാതെ ഒന്ന് ഷേപ്പ് ശരിയാക്കി കൊടുക്കുക കേട്ടോ.
ഇനി നമുക്ക് ഈ കൈക്കുഴി ഇപ്പോൾ വരച്ചതൊന്ന് അളന്ന് നോക്കാം. 15 ഇഞ്ചാണ് കേട്ടോ ഫുൾ റൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 7.5 ഇഞ്ച് കൈക്കുഴി കിട്ടണം. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കാം. 6 ഇഞ്ചാണ് നമ്മൾ ബോക്സിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ വെക്കുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. 7 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ഇവിടെ മൈനസ് ആവുന്നുണ്ട്. അപ്പോൾ കൈക്കുഴിയുടെ ഇറക്കം ഒരു 1/2 ഇഞ്ചും കൂടി ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തായാലും നമുക്ക് നേരത്തെ മൈനസ് ചെയ്ത 1/2 ഇഞ്ച് ഇതിൽ കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് കൈക്കുഴിയായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള കൈക്കുഴിയുടെ അളവ് കേട്ടോ. ഇനി നമുക്ക് താഴെ ഇറക്കത്തിൻ്റെ അവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊരു ഫുള്ള് ഇറക്കം വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ലൈനിങ് ഒരു 39 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ അളവ് 39 ഇഞ്ച് ഇറക്കം എടുക്കുന്നുണ്ട്. നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ എത്രയാണോ വീതി എടുത്തത് അതേ വീതി താഴെ എടുക്കാം, നല്ല ഫിറ്റായിട്ട് ഇടുന്നവരാണെങ്കിൽ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുകളിൽ, അതായത് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വട്ടത്തിനനുസരിച്ച്, അതായത് വീതി താഴ്ഭാഗം നല്ല വീതിയിലിടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ താഴേക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ സ്ലിറ്റിൻ്റെ അവിടെ നിന്നും ഒരു 1.5-1.25 ഇഞ്ചോളം എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. സ്ലിറ്റിൻ്റെ അവിടുത്തെ ലൂസ് 11.25 എടുത്തിരിക്കുന്നത്. അത് താഴ്ഭാഗം വരുമ്പോൾ 12.25 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് വരെ ഒന്ന് സ്ട്രൈറ്റ് ലൈന് വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്ലിറ്റ് മടക്കിയടിക്കാൻ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഓരോ ആൾക്കാരുടെ സ്റ്റിച്ചിങ്ങിനനുസരിച്ചിട്ട് വിടാം കേട്ടോ. ഞാനിവിടെ 1.25 ഇഞ്ചാണ് വിടുന്നത്. ഇത്തിരി വീതിക്ക് അടിച്ചെടുക്കാമല്ലോ. അപ്പോൾ 1.25 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രൈറ്റ് ലൈന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചുരിദാർ ടോപ്പിൻ്റെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ടത്തെ കൈക്കുഴിയൊക്കെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പീസ് മാറ്റി വെച്ചിട്ട് അടിയിലുള്ള പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന്, നമ്മളെപ്പോഴും ചെയ്യുന്നത് അറിയാമല്ലോ, കൈക്കുഴി ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വരച്ച് കൊടുക്കാം. നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈന് വരയ്ക്കാം കേട്ടോ. അതേപോലെ ഒക്കെ, അതായത് നേരിട്ട് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒരു ലൈന് വരച്ചിട്ട് പിന്നെ നമുക്ക് ആ റൗണ്ട് ആം ഹോളിൻ്റെ റൗണ്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തുവല്ലോ, ഈ പീസ് നമ്മൾ ഫ്രണ്ട് പീസായിട്ട് എടുത്തിട്ട് ഈ അടിയിലുള്ള ഭാഗം നമുക്ക് ബാക്കായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മുകളിലത്തെ പീസിൽ അതേപോലെ നമ്മൾ ഓൾറെഡി ബോക്സ് വരച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കറക്റ്റ് ഇപ്പോൾ, അതായത് ആ അളവിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ കറക്റ്റ് വെട്ടിക്കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതിയിട്ടോ. ഇത് ഫ്രണ്ട് പീസാണെന്നുള്ളതിന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുതഞ്ഞ് വെക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കാനാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് മുമ്പിൽ, അതായത് ഫ്രണ്ടിലുള്ളത് നമ്മൾ ഫ്രണ്ട് പീസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നെക്ക് നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ചിലർ ബാക്ക് ഇറക്കം കൂട്ടിയിട്ടും ഫ്രണ്ട് ഇറക്കം കുറച്ചിട്ടൊക്കെ വെക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെക്കാം. പിന്നെ എന്തെങ്കിലും ഡിസൈന് വെക്കണം എന്നുണ്ടെങ്കിൽ ബോട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഇറക്കിയിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പൊക്കെ, ഇലയുടെ ആ ഷേപ്പൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമല്ലോ, ഒരു ഹോള് പോലെയൊക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ബോട്ട് നെക്കിൻ്റെ ആ സൈഡിൽ നിന്നും ചെയ്യാറുണ്ടല്ലോ ഈ ഡിസൈൻ, ഇവിടെ ആയിട്ടും നിങ്ങൾക്ക് ഡിസൈൻ ഏതെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്ക് ഞാനിതിൽ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ക്യാൻവാസ് വെച്ച് അടിക്കുന്നതുകൊണ്ട് തന്നെ നെക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.